ൊന്ന് അപ്ഡേറ്റ് ചെയ്യുകയാണ്. അത് തൃശ്ശൂരിൽ ഇപ്പോൾ 19.99% എന്ന നിലയിലേക്ക് പോളിംഗ് ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തുന്നത് ഇപ്പോൾ മലപ്പുറത്താണ് എന്നുള്ളതാണ്. 20.77% ആണ് മലപ്പുറത്തെ പോളിംഗ്. പാലക്കാട് 20.52 എന്നതാണ് കണക്ക്. വയനാട്ടിൽ 20.6, കാസർഗോഡ് 19.67 എന്നിങ്ങനെയാണ്. നേരത്തെ MS അനീഷ് കുമാർ ആയിരുന്നു കോഴിക്കോട് നിന്നുള്ള വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട് ഇപ്പോൾ 19.93 എന്ന നിലയിലേക്ക് പോളിംഗ് ശതമാനം ഉയർന്നിട്ടുണ്ട്. അനീഷ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ മികച്ച പ്രതികരണമാണ് വോട്ടർമാരുടെ ഭാഗത്ത് നിന്ന് മലബാർ മേഖലയിൽ ഉണ്ടാകുന്നത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. കാരണം ആദ്യഘട്ടത്തിലെ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് ഈ പത്തനംതിട്ട പോലെയുള്ള ജില്ലകളിലുണ്ടായ ഒരു ഇടിവ് അതുകൂടി കണക്കിലെടുക്കുമ്പോഴാണ് മൊത്തത്തിൽ ഉള്ള കണക്ക് പരിശോധിക്കുമ്പോൾ വലിയ കുറവ് രേഖപ്പെടുത്തുന്നത്. പക്ഷേ ഈ വടക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ എല്ലാ ജില്ലകളിലും തന്നെ 19 മുകളിലേക്ക് വോട്ട് എത്തിയിട്ടുണ്ട്. ചിലയിടങ്ങളിൽ എങ്കിലും 20 മുകളിലേക്ക് എന്ന നിലയിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഒരു മികച്ച പോളിംഗ് തന്നെ എല്ലാ ജില്ലകളിലും എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും അങ്ങനെ വേണം വിലയിരുത്താൻ. കാരണം ഇപ്പോൾ തന്നെ ഏതാണ്ട് ആദ്യത്തെ 3-4 മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്നെ 3 മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്നെ 20% എത്തുമ്പോൾ തീർച്ചയായും ഒരു 1 മണി 2 മണിക്ക് മുമ്പായി 45-50 ഏതാണ്ട് 40% പോളിംഗ് രേഖപ്പെടുത്തും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണുള്ളത്. പിന്നീട് വൈകുന്നേരം സമയം ഉച്ചയ്ക്ക് കുറച്ച് സമയങ്ങളിൽ ഏതാണ്ട് ഒരു 3-4 മണി വരെയൊക്കെ പിന്നീട് വലിയ ഒരു വേഗത വോട്ടിങ്ങിനുണ്ടാവില്ല. അവസാന മണിക്കൂറുകളിലാണ് വീണ്ടും ഈ വേഗത കൈവരിച്ച് വളരെ വേഗത്തിൽ പോളിംഗ് ശതമാനം ഉയരാനുള്ള സാധ്യത. എന്തായാലും കഴിഞ്ഞ തവണത്തിനടുത്ത് അതായത് 79% കോഴിക്കോട് ജില്ലയിൽ രേഖപ്പെടുത്തിയ പോളിംഗ്. 75-ൽ താഴാത്ത പോളിംഗ് എന്തായാലും ഉണ്ടാവും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. പക്ഷേ ഇതിനകത്തൊരു പ്രധാന കാര്യം ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ അടക്കം ചൂണ്ടിക്കാട്ടുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയും നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും അപേക്ഷിച്ച് ഒരുപാട് ആളുകൾക്ക് വോട്ട് ലഭ്യമല്ലാത്ത ഒരു സാഹചര്യം, ഒരുപാട് പേർ പട്ടികയിൽ നിന്നും പിന്തള്ളപ്പെട്ട ഒരു സാഹചര്യമുണ്ട് എന്നവർ വ്യക്തമാക്കുന്നു. ഒപ്പം ഈ വാർഡ് പുനർനിർണ്ണയം അടക്കമുള്ള ചില പ്രശ്നങ്ങളിലൂടെയും ഒറ്റപ്പെട്ട വോട്ടർമാർ പട്ടികയിൽ നിന്നും ഒഴിവാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതൊക്കെ കണക്കാക്കുമ്പോൾ നേരിയ ഒരു കുറവ് ഇക്കാര്യത്തിൽ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ കാലാവസ്ഥ അനുകൂലമാണ്. ചിലപ്പോൾ നമുക്കറിയാം ചില വർഷങ്ങളിലൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ വലിയ മഴ വരികയും അല്ലെങ്കിൽ പ്രതികൂലമായ കാലാവസ്ഥ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുമ്പോൾ പോളിംഗ് ശതമാനത്തെ അത് സാരമായി ബാധിക്കാറുണ്ട്. പക്ഷേ ഇത്തവണ തികച്ചും അനുകൂലമായ ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയും ഉയരാൻ തന്നെയാണ് സാധ്യത. എന്തായാലും ഈ 10 മണി സമയം എത്തുമ്പോൾ വലിയ ഒരു തിരക്ക് തന്നെ നമുക്ക് കാണാൻ കഴിയും. നമ്മളിപ്പോൾ മലാപ്പറമ്പ് ഗവൺമെൻറ് UP സ്കൂളിലെ ബൂത്തിലാണുള്ളത്. അവിടെ വലിയ ഒരു തിരക്ക്, ആൾക്കാരുടെ നല്ല നിര 2 പോളിംഗ് ബൂത്തുകളിലും കാണാൻ കഴിയുന്നുണ്ട്. ഏതാണ്ട് ഇതിന് സമാനമായ സാഹചര്യം തന്നെയാണ് മറ്റിടങ്ങളിലും നിലനിൽക്കുന്നത്. എന്തായാലും ഉച്ചയ്ക്ക് മുമ്പ് ഏതാണ്ട് 40%-ലധികം പോളിംഗ് രേഖപ്പെടുത്തും എന്ന പ്രതീക്ഷ തന്നെയാണ് നിലവിലെ ഈ കണക്കുകൾ അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്. രഞ്ജിത്ത്. എന്തായാലും ഇപ്പോൾ വോട്ടർമാരുടെ ഒരു നില വലിയ തോതിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് വലിയ ക്യൂ ആണിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതിൽ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെയുണ്ട്. ചില കന്നി വോട്ടർമാർ ഉൾപ്പെടെ ഉള്ളവരൊക്കെ ആ ക്യൂവിലുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഏറെ പ്രായമായവരെ അടക്കം ബൂത്തുകളിലേക്കൊക്കെ എത്തിച്ച് വോട്ട് രേഖപ്പെടുത്തുകയാണ്. പരമാവധി വോട്ട് രേഖപ്പെടുത്തുക എന്നത് തന്നെയായിരിക്കാം മലബാറിൻ്റെ ഒരു പൊതു സ്വഭാവം എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ തെക്കൻ കേരളം അതുപോലെ മധ്യ കേരളം ഈ 2 വിഭാഗങ്ങളിലായി കഴിഞ്ഞ ദിവസം വോട്ടെടുപ്പ് ഏതാണ്ട് പൂർത്തിയായി. തൃശ്ശൂരും പാലക്കാടും ഉൾപ്പെടുന്ന ഭൂപ്രദേശവും ഇന്ന് തന്നെയാണ് പോളിംഗ് ബൂത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആദ്യത്തെ ഘട്ടത്തേക്കാൾ മികച്ച പോളിംഗ് 2ാം ഘട്ടത്തിൽ രേഖപ്പെടുത്തുമെന്നാണ് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ ഉള്ളവർ കണക്കിലാക്കുന്നത്. അതേസമയം പാലക്കാട്, മലപ്പുറം ഉൾപ്പെടെയുള്ള ജില്ലകളിലെ വോട്ടെടുപ്പ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മികച്ച പ്രതികരണമാണ് ഈ ജില്ലകളിലും എന്ന് തന്നെ പറയേണ്ടതായുണ്ട്. കാരണം 20% മുകളിൽ എന്നതാണ് ഇപ്പോഴത്തെ 7 ജില്ലകളിലെയും കണക്ക്. അതേസമയം കോഴിക്കോട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ മികച്ച പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തുന്നത്. അനുമോദ്, ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള അപ്ഡേഷൻ അനുസരിച്ച് ഇപ്പോൾ മലപ്പുറത്താണ് ഏറ്റവും അധികം. ഈ ഘട്ടത്തിൽ നമുക്ക് അവസാനം മാത്രമേ ഏത് ജില്ലയാണ് മുന്നിട്ട് നിൽക്കുകയുള്ളൂ എന്നൊക്കെ കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ മലപ്പുറത്ത് രാവിലെ തന്നെ വോട്ടർമാർ എത്തുന്നു, വലിയൊരു ശതമാനം എത്തുന്നു എന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ.
ആ മലപ്പുറത്തെ കണക്ക് പുറത്തു വരുമ്പോൾ ഇപ്പോൾ 24% മുകളിലേക്ക് എത്തിയിട്ടുണ്ട് മലപ്പുറത്തെ ഇതുവരേക്കുള്ള പോളിംഗ് എന്നാണ് അറിയാനാകുന്നത്. ഇതുവരെ പുറത്തു വന്നതിൽ വെച്ച് ഏറ്റവും ഉയർന്ന ശരാശരിയും മലപ്പുറത്ത് തന്നെയാണ്. നമുക്കറിയാം മലപ്പുറത്ത് രാവിലെ മുതൽ എല്ലായിടത്തും നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അത് ഗ്രാമപ്രദേശങ്ങളാവട്ടെ നഗരപ്രദേശങ്ങളാവട്ടെ എല്ലായിടത്തും സമ്മതിദാനാവകാശം വിനിയോഗിക്കുവാൻ വേണ്ടിയുള്ള ജനങ്ങളുടെ വലിയ ഒരു നിര തന്നെയാണ് ഉള്ളത്. രാവിലെ തന്നെ UDFിൻ്റെ പ്രതീക്ഷയും പോളിംഗ് ശതമാനം ഉയരും എന്നതായിരുന്നു. അതിനെ സാധൂകരിക്കുന്ന തരത്തിലേക്കാണ് മലപ്പുറത്തെ ഇപ്പോഴത്തെ കണക്കുകളും പുറത്തു വരുന്നത്. 24% മുകളിലേക്ക് മലപ്പുറത്തിൻ്റെ പോളിംഗ് ശരാശരി 10:15 ഉയർന്നിട്ടുണ്ട്. ഇതിൽ തന്നെ നഗരസഭകളിലേക്കുള്ള പോളിംഗിൻ്റെ വിശദാംശങ്ങൾ നോക്കുമ്പോൾ മഞ്ചേരിയിലാണ് ഏറ്റവും അധികം ഇതുവരെ വന്ന കണക്കുകളിൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 20% മുകളിലേക്ക് മഞ്ചേരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും കുറവുള്ളത് പൊന്നാനി മേഖലയിലാണ്. അവിടെ 14% താഴെയാണ് ഇതുവരേക്കുമുള്ള കണക്ക്. ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ സമയത്തും. എന്താണെങ്കിലും ഏറ്റവും പ്രധാനം പോളിംഗ് ശതമാനത്തിൽ നല്ല ഉയർച്ച അല്ലെങ്കിൽ ഒരു ശരാശരി നിലനിർത്തി കൊണ്ടുപോകുന്നു, നല്ല തിരക്ക് അനുഭവപ്പെടുന്നു എന്നുള്ളത് തന്നെ കഴിഞ്ഞ തവണത്തേക്കാൾ അല്ലെങ്കിൽ 70% മുകളിലേക്ക് ഏറ്റവും ചുരുങ്ങിയത് ഈ ഒരു പോളിംഗ് എത്താനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. അത് നേരത്തെ UDFിൻ്റെ പ്രതീക്ഷകൾക്ക് കൂടുതൽ ബലം നൽകുന്ന തരത്തിലേക്ക് തന്നെയാണ് ഈ പോളിംഗ് ശതമാനത്തിലെ ഉയർച്ചയെ കാണേണ്ടത്. കാരണം അവരുടെ ഉറച്ച പ്രതീക്ഷയുള്ള ഇടങ്ങളിലാണ് ഇപ്പോൾ ഈ പോളിംഗ് നല്ലപോലെ നടക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ UDFിനെ സംബന്ധിച്ച് ആത്മവിശ്വാസം നൽകുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങളുണ്ട് എന്ന് വേണമെങ്കിൽ വിലയിരുത്താൻ കഴിയും. ആ പോളിംഗിൻ്റെ വരും മണിക്കൂറുകളിൽ നമുക്കറിയാം മലപ്പുറത്തിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഉച്ചയോടെ തന്നെ പകുതിയിലേറെ പോളിംഗ് നടക്കുന്നതാണ് മലപ്പുറത്തിൻ്റെ ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പുകളിലെ എല്ലാം തന്നെ ഒരു ശൈലി ഉണ്ടായിരിക്കുന്നത്. അതുതന്നെയാണ് നമുക്കിവിടെയും ഇപ്പോഴും ഈ 10:15 25% പോളിംഗ് എത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാണെങ്കിലും വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. ബൂത്തുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട് പലയിടത്തും എന്നതിനാൽ തന്നെ ഒരുപാട് സമയം ആളുകൾ കാത്തു നിൽക്കേണ്ട സാഹചര്യം വരുന്നില്ല എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പാലക്കാടാണെങ്കിലും സമാനമായ രീതിയിൽ തന്നെയാണ് ആ തിരക്ക് അനുഭവപ്പെടുന്നത്. തീർച്ചയായും, അതായത് അനുമോദ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമ്മൾ ഡേറ്റ കാർഡായി കൃത്യമായി സ്ക്രീനിൽ നൽകുന്നുണ്ട് ഓരോ ജില്ലയിലെയും വോട്ടിംഗ് ശതമാനത്തെ സംബന്ധിച്ച വിവരങ്ങൾ. പക്ഷേ അത് ഓരോ നിമിഷവും തിരുത്തേണ്ട സാഹചര്യമാണുള്ളത്. അനുമോദ് പറഞ്ഞു തുടങ്ങിയത് പാലക്കാടിനെ കുറിച്ചാണല്ലോ. അനുമോദ്, അവിടെ പാലക്കാട് ഇന്നിപ്പോൾ ഒരു ശ്രദ്ധാകേന്ദ്രമാണ്. ഇതിനോടകം തന്നെ CPI നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള പ്രതികരണങ്ങളിലൊക്കെ പാലക്കാട് നിറഞ്ഞു നിൽക്കുകയാണ്. രാവിലെ മുഖ്യമന്ത്രിയുടെ പ്രതികരണമുണ്ടായിരുന്നു. അല്പസമയം മുമ്പ് ന്യൂസ് ടെൻസിൽ ആണ് MV ഗോവിന്ദന്റെ പ്രതികരണം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. പാലക്കാട് അനുമോദ് നിൽക്കുന്നത് തന്നെ രാഹുൽ മാങ്കൂട്ടം വോട്ട് ചെയ്യാൻ എത്തേണ്ട ബൂത്തിൽ ആണ്. അവിടെ എന്താണ് സാഹചര്യം? രാഹുൽ വരുമോ ഇല്ലയോ എന്നത് എല്ലാവർക്കും ഒരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു ആകാംക്ഷ ഉണ്ടാക്കുന്നുണ്ടോ? രാഹുൽ മാങ്കൂട്ടം വോട്ട് ചെയ്യാനുള്ള സാധ്യത, രാഹുലുമായി അടുത്ത വൃന്ദങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ടോ അനുമോദ്? അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാനിരിക്കുന്ന അല്ലെങ്കിൽ വോട്ട് ചെയ്യേണ്ട ബൂത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. കുന്നത്തൂർമേട് നോർത്ത് ബൂത്ത് നമ്പർ 2 അദ്ദേഹത്തിന് വോട്ടുള്ളത്. ഇവിടെ അദ്ദേഹം എത്തിച്ചേരുമോ എന്നുള്ള ചോദ്യം, അതാണ് ഇന്നത്തെ രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം കിട്ടേണ്ട ഒരു ചോദ്യം. രാവിലെ മുതൽ അദ്ദേഹത്തിൻ്റെ അടുത്ത വൃത്തങ്ങളെ നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആർക്കും വ്യക്തമായിട്ടുള്ള ഒരു മറുപടി നൽകാനാകുന്നില്ല എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം.